തുറക്കുന്ന സമയത്തേക്കൊക്കെ മാവൊന്നും കുഴക്കാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചിയിലുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ അങ്ങ് വാടി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്നങ്ങ് മാറി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ച് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നങ്ങ് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ രുചിയിലുള്ള ഒരു മസാല തന്നെയാണിത്. പിന്നെ നിങ്ങൾക്ക് മസാലയൊക്കെ നമുക്ക് ഏതായാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ബ്രെഡ് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ ബ്രെഡ് പൊട്ടിപ്പോവില്ല. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്ത് 1 മിനിറ്റൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തന്നെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്നങ്ങ് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ ഒരു കുക്കി കട്ടർ എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള കുക്കി കട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡും ഇതുപോലെ തന്നെ പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മൈദയും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടൊരു പശയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഒരു പീസിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്നങ്ങ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നടുഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മസാല വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മറ്റേ പീസ് ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്നങ്ങ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ അങ്ങ് ആക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കോൺഫ്ലെക്സ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. അതിൽ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ പീസും ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പുറംഭാഗമൊക്കെ നല്ലൊരു മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു കളറായി വന്നാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുകയെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.